കുളിച്ചതാണ്. നമ്മളൊക്കെ ഒരേ വർഗമല്ലേ? അല്ല ഐ മീൻ വേണ്ടട്ടാ വേണ്ടട്ടാ. മുറുക്കിപ്പിടി മുറുക്കിപ്പിടി. നീ പുന്നരിച്ച് കടി മേടിക്കരുതേ. ഹാപ്പി ഇന്ന് കുളിച്ച് കുട്ടപ്പനായിട്ട് ഇരിക്കട്ടുള്ളൂ. 3 പുതിയ അതിഥിനെ കാണിച്ചുതരാം. അടി ഒരു മൃഗശാല, ഒരു സൂ ആയിട്ട് മാറിയിരിക്കണം അന്നയുടെ വീട്. പുതിയ ആളെ നോക്കിക്കോട്ടാ. എന്റെ തലയിലെങ്ങാനും ഒപ്പിട്ട് വെക്കൂ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞങ്ങള് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഞങ്ങൾ ചുമ്മാ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ ഇന്നൊരു അടിപൊളി വ്ലോഗ് ആയിരിക്കും അല്ലെ കുഞ്ഞപ്പ? ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആരെയൊക്കെ കാണിക്കാൻ പോണ 2 പുതിയ അതിഥികൾ. നമ്മുടെ ഹാപ്പിക്കുട്ടന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ? ബെല്ല് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്. നമ്മുടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ അന്നക്കുട്ടിയുടെ പട്ടിക്കുഞ്ഞാണ് കേട്ടോ ബെല്ല. അയ്യോ ഒരു കാറ് വരുന്നുണ്ടല്ലോ ദൈവമേ. ഇത് അന്നയുടെ പപ്പയുടെ കാറാണാടാ? അല്ല, അന്നയുടെ പപ്പയുടെ ഇലക്ട്രിക് കാറാണ്. ഇവൻ ഇവിടെയുള്ള എല്ലാവരുടെയും കാറും വണ്ടി എല്ലാം അറിയാം. അപ്പൊ റോട്ടിൽ നിൽക്കണ്ട, പോകാം. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് അന്നയുടെ വീട്ടിലോട്ടാണ്. അന്നയുടെ വീട്ടിൽ പോയാ അന്നയുടെ വീട്ടിൽ 2-3 സാധാരണ ഉണ്ട്, മാനുവലും ഉണ്ട്. അന്നയുടെ പപ്പക്ക് ഏതൊക്കെ വണ്ടി ഉണ്ടെന്ന് പറയണേ. അപ്പൊ ഇവൻ അവരുമായിട്ട് ഭയങ്കര കൂട്ടാണ്. ഇവൻ എപ്പോഴും അവിടെ പോകും കേട്ടാ. അപ്പൊ ഇവൻ അന്നയുടെ പപ്പയായിട്ട് എണീമ്പം കളിക്കലൊക്കെയാണ് ഇവന്റെ പരിപാടി. അപ്പൊ നമുക്ക് നേരെ അന്നയുടെ വീട്ടിൽ പോകാം. നമുക്ക് ഹാപ്പിക്കുട്ടനെ എടുത്തോണ്ട് അന്നയുടെ വീട്ടിൽ പോകാം. അപ്പൊ നമ്മൾ വീട്ടിൽ വന്ന് ഹാപ്പിക്കുട്ടനെ എടുത്തിട്ടുണ്ട്. ഹാപ്പി കയ്യിലുണ്ട്. കടിയൻ ഹാപ്പിയാണ്. ബെല്ല പാവമാണ് കേട്ടോ. ഇവനാണ് കടിയൻ. ഇവനാണ് കുറച്ച് മിന്തിരിപ്പ് കൂടുതല്. ബെല്ല പാവമാണ്. അപ്പൊ നമുക്ക് പോവാം. കുഞ്ഞപ്പ കാണിച്ചേ, ഹാപ്പിനെ കാണിച്ചേ. ഹാപ്പി ഇന്ന് കുളിച്ച് കുട്ടപ്പനായിട്ട് ഇരിക്കുകയാണ് കേട്ടാ. നമ്മുടെ മുച്ചിനെ നോക്കട്ടെ. ചെളി പോയി. ഇന്ന് നമ്മൾ ഒരു ചേട്ടൻ ഈ പ്രൊഡക്റ്റ് വിൽക്കാൻ വരുന്നവരില്ലേ അവൻ. അപ്പൊ ആ ചേട്ടനെ കണ്ടപ്പോ ഇവൻ ചാടി പുറത്തോട്ട് ഇറങ്ങിയപ്പോ മേത്ത് മുഴുവനും ചെളിയായി കേട്ടോ. അപ്പൊ ഇവനെ കൊണ്ടുപോയി കുളിപ്പിച്ചേ. തേടിയ വള്ളി കാലച്ചുറ്റി. ഇതാണ് നമ്മുടെ അന്നക്കുട്ടി. ഇതാരാണ് പുതിയ അതിഥി? നിന്റെ ആരാണ്? അനിയത്തി കസിനാണോ? നീ പുന്നരിച്ച് കടി മേടിക്കരുതേ. അവൻ മിന്തിരിപ്പിച്ചിട്ട് കൂടുതലാണ്. ചേച്ചിനെ കടിക്കരുതും. അന്നയുടെ ബെല്ലിനെ പോലെ വിചാരിച്ച് ഇവനെ എടുത്താ പണി കിട്ടോ. ഇവൻ വാ നമുക്ക് പുതിയ ആളെ കാണാൻ പോകാം. എത്ര നേരം ഇന്ന് അങ്ങോട്ട് വരാൻ വേണ്ടി നോക്കുന്നത്. ഓരോ പണി ചെയ്ത് വാ പൊന്നു വാ. ചേച്ചിയുടെ മുടി ഉടുപ്പൊക്കെ കടിക്കും. വാ കുളിപ്പിച്ച് ഉണക്കി വെച്ചേക്കാണ്. അന്ന ചേച്ചിക്ക് പുതിയ 2 പേരുണ്ട്. നിന്നെ കടിച്ച് പറിച്ചു കളയും. മരക്കിരീടാ കണ്ടാ കുഞ്ഞ്? ഇതാണ് അവസ്ഥ. ഇങ്ങോട്ട് നോക്കിക്കേ. അടി എന്നെല്ല പേടി, ചേട്ടനെ പേടി. ചേട്ടൻ നല്ല ശരിപ്പെടുത്തുവാനാ. മരക്കിരീടാ ബാബാ നമുക്ക് 2-3 പുതിയ അതിഥിയല്ലേടി? 3 പേരുണ്ട്. 3 പുതിയ. ബെല്ലിനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവര് ബെല്ലിനെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. 3 പുതിയ അതിഥിനെ കാണിച്ചുതരാം. ആണാ? ആരാ ഇപ്പൊ പുറത്തുള്ളതാരാ? ബെല്ലുണ്ടാ പുറത്ത്? ബെല്ല് പുറത്തുണ്ടാ? അയ്യോ എന്റെ ദൈവമേ, കാണുമ്പോഴുള്ള സീൻ നോക്കിക്കോട്ടാ. ഇവര് തമ്മിൽ കാണുന്നു. ഇപ്പൊ കുറച്ചായിട്ട് കുഞ്ഞപ്പന് സ്കൂള് തുറന്ന് കുഞ്ഞപ്പന് കുറെ പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വരാറില്ല. പുതിയ ആളെ നോക്കിക്കോട്ടാ. എടി നല്ലോണം അവനെ പറ്റി കിടക്കണ നോക്കിക്കേ. ഒരാള് കിടക്കണ നോക്കിക്കേ. ഇതാണ് നമ്മുടെ പുതിയ അതിഥി. പേരെന്തിട്ടടി? ആണല്ലേ? ഹായ് ജൂലി. ഹൗ ആർ യു ജൂലി? ജൂലി താഴെ നിർത്തട്ടേടി, കുഴപ്പമില്ലല്ലോ. ഇവന്റെ സൈസ് വെച്ചാ അവന്റെ ഒറ്റ കമ്പനി ഉള്ളതാ ഞാൻ ചോദിച്ചാ. അത് നിർത്താൻ പോവാണേ. അവനെ കേറി കടിക്ക. ഹാപ്പി ജീവനും കൊണ്ടോടി കടിക്കോടി. പക്ഷെ ബെല്ലായിട്ട് ചേരണില്ലേ? കൊരക്കണ്. അവനും അതെ. ഇച്ചിപ്പാ ഗേറ്റ് അടച്ചിട്ട് വാ കുഞ്ഞു, ഗേറ്റ് അടച്ചിട്ട് വാ. എനിക്ക് നല്ല പേടിയാ. ഹലോ ജൂലി. ഇനി മറ്റേ സിനിമയില മുറുക്കിപ്പിടി. ഇനി മറ്റേ സിനിമ ഉണ്ടല്ലോ, ടോബി. ഈ സിനിമയുടെ പേരെന്തായിരുന്നു? അത് തന്നെ, റിംഗ് മാസ്റ്ററിലെ ടോബി. കുഞ്ഞു പിടിച്ചോ ഇല്ലേ? ഹാപ്പി ജീവനെ കൊണ്ട് ഓടണ്. ഹായ് ജൂലി. എങ്ങനെ? വേണ്ടട്ടാ ദൈവമേ. എടാ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തതാണ്. എനിക്ക് മേലെ ഇനിയും പോയി എടുക്കാൻ. കടിക്കുവാ
വാമ്മയുടെ മൊത്തം അടി. നീ എന്തിനാ കൊരക്കണത്? കൊരക്കണ്ട. എന്റെ പൊന്നെ, ഇവനാണ് അവനെ കണ്ടിട്ട് കൊരക്കണത്. അവന് നെടുവീർപ്പിടണല്ലേ അടി, നെടുവീർപ്പിടണ. രണ്ടുപേരും നല്ല നെടുവീർപ്പാണേ. ബെല്ല ഇവര് തമ്മിൽ കാണുമ്പോഴാണ് മെയിൻ സീൻ കേട്ടാ. ബെല്ലേ, ആ അതെ ബെല്ലനെ കൊണ്ടുവരണ്ടായിരുന്നേ. ബെല്ലേ, ഹലോ ദീദാരാണ് എടി? ഇവനാണല്ലേ, ഇവനെ നീ എന്താ ചാന്ത് പൊട്ടാക്കിയ? ഗായ്സ് അന്ന ബെല്ലനെ ചാന്ത് പൊട്ടാക്കി പെണ്ണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവൾക്ക് ആക്ച്വലി വേറൊരു ബെല്ല ഉണ്ടായിരുന്നു. നമ്മുടെ വീഡിയോയിൽ എല്ലാരും കണ്ടിട്ടുണ്ട് അതിനാ. അത് മരിച്ചുപോയി, അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ ഇവനാ. നോക്കിക്കേ, 3 പേരും ഒറ്റ ഫ്രെയിമില്. അതെ, എന്തോ ഇല്ല വേണ്ട, എനിക്ക് പേടിയാ. ആരെ? ബെല്ലേനെ ഇവനെയാ? ഇന്ന് ബെല്ല ഇടിവെക്കരുത് ഇല്ല, അവിടെ വേറൊരാളുണ്ട്, ഇങ്ങോട്ട് വാ. അവന്റെ കടിവരിക്കരുത്. അവര് ഫ്രണ്ട്സാ. ജുലി പല്ലുണ്ടാ? പിടിയോട്ട് ഞാൻ പുറകെ വരാം. പെണ്ണാണാണോ? പെണ്ണാണ്. ഹായ് ജൂലി, നമ്മളൊക്കെ ഒരേ വർഗമല്ലേ? അല്ല ഐ മീൻ പെണ്ണല്ലേ? ചകിരി പോലെ ഉണ്ട്, പക്ഷെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ചകിരിയല്ല, ഓപ്പോസിറ്റ്. ഞാനൊന്ന് തൊടട്ടടി നിന്ന. തക്കരമുത്ത്. ഓ സൂപ്പർ റോങ്ങട, അടിപൊളിയാണ് കേടാ. തക്കരമുത്തേ. എങ്ങനെ ഇങ്ങനെ? എനിക്ക് പേടിയില്ല. അവിടെ അമ്മച്ചി ഇപ്പുണ്ട്. അമ്മച്ചി പറയുന്നത് പേടി കാണിക്കല്ലേ. കുഞ്ഞപ്പനെ രണ്ടും കൂടിയിട്ട് കടിക്കും. അതേ ഇല്ല, അവര് കളിയാണ് കേട്ടാ. അന്ന് ഫസ്റ്റ് കണ്ടപ്പോ രണ്ടുപേരും കൂടി നല്ല ഞാൻ പറഞ്ഞോളാം. ഇച്ചുനിക്ക് സന്തോഷായല്ലേ? ഹാപ്പിക്ക് സന്തോഷായി കാണും എല്ലാരും കാണുമ്പോ. കുതിക്കണ. നീ രണ്ടുപേരും കൂടി പിടിക്കല്ലേ? ബെല്ലിനെ കൊടുത്തേക്ക്. കുഞ്ഞു വയ്ക്കും. അപ്പൊ ഇവൻ 4 മാസം ആയിട്ടുള്ള കേട്ടാ ജൂലിയുടെ പ്രായം. ജനിച്ചിട്ട് 4 മാസം. ഇപ്പൊ ഹാപ്പി ജനിച്ചിട്ട് 2.5 മാസമായിട്ടുണ്ട്. അവന് 3 മാസമായി. ബെല്ലക്ക് ജൂലൈ 1 വരുമ്പോ 4 മാസം ആവും അല്ലെ? അപ്പൊ ഇവര് തമ്മിൽ മാസം എളുപ്പമുള്ള. അതെ, ഇവര് 3 പേരും ഒരേ പ്രായമാണ് കേട്ടാ. ജസ്റ്റ് മാസ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടാ 3 പേരും തമ്മിൽ. വീഡിയോ എടുത്തോണ്ടിരിക്കേ. അമ്മച്ചി ഇപ്പോഴാണ് അറിയടാ. ഇവന്റെ ബ്രീഡ്. എടി ഇവന്റെ ബ്രീഡിന്റെ പേരെന്താ? ആര്? സെയിൻ ബെർണാഡ്. പേരല്ലേ? സെയിം തന്നെയാണ്. റിംഗ് മാസ്റ്ററിലെ ടോബിയുടെ സെയിം ആണ് കേട്ടാ. അവതാർ. മമ്മി അവരുടെ വീട്ടിൽ തന്നെ ഉള്ളതാ. ക്രോസ് ചെയ്യിപ്പിച്ച. അല്ല ഇത് രണ്ടും ഈ പറഞ്ഞ ബെർണാഡ് തന്നെയാണോ? അല്ല അച്ഛനും അമ്മയും ബെർണാഡാണോ? നിന്റെ അച്ഛനും അമ്മയും ആരാ? ഷിറ്റ്സു. ഇവന്റെ അച്ഛനും അമ്മയും ഷിറ്റ്സു തന്നെയാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇവന്റെ മുന്നിൽ നോക്കിക്കേ, ആരാണ്? പൊമേറിയനാ? ക്രോസിംഗ് ആയിരിക്കും. കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ. അതായത് ചേച്ചി ഇവനെ കാണാൻ കറക്റ്റ് ഷിറ്റ്സുവിനെ പോലെ ഇല്ലെന്ന്. സത്യമാണ്, വേറൊന്നുമല്ല. ഒറിജിനൽ ഷിറ്റ്സുവിന്റെ കുറച്ച് ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നാണ് ആ പയ്യൻ. ഡാഡി ഇതാണോ? ഡാഡിയാ? ഏകദേശം ഇവനെ പോലെയൊക്കെ ഉണ്ട്. ഡാഡിക്ക് കുറച്ച് ഇത് കൂടുതലാണല്ലോ. പ്രായം കൂടുന്തോറും ഇവന്റെ ജൂലിയുടെ ഇവിടെ ഇങ്ങനെ തൂങ്ങി വരുമല്ലേ. ഇപ്പൊ കുഞ്ഞു മാവല്ലേ. അപ്പൊ എന്താണ് ഹാപ്പിയുടെ കാര്യം എന്താ പറയാൻ വന്നെന്നാ? അപ്പൊ കുറച്ച് ഫോട്ടോ എനിക്ക് അയച്ചു തന്നായിരുന്നു ഷിറ്റ്സുവിന്റെ. പക്ഷെ എനിക്ക് അതിന്റെ ഒന്നും ഫേസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്കത് അങ്ങോട്ട് പറ്റിയില്ല. അപ്പൊ ഇവനെ ഫോട്ടോ അയച്ചു തന്നപ്പോ ഞാൻ പറഞ്ഞു ഇവൻ മതി എന്ന് പറഞ്ഞേട്ടാ. അപ്പൊ ഇത് ക്രോസ് ബ്രീഡ് ആണോ ക്രോസ് അല്ലേ അങ്ങനെയൊന്നും ഞാൻ ചോദിച്ചില്ല. എനിക്ക് തന്ന ആ പയ്യനോടെ.
അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവനെ തന്നെ മതിയെന്ന് പറഞ്ഞു. പിന്നെ ഇവൻ വലുതായി വരുന്നതോറുമാണ് ഇപ്പൊ എല്ലാരും പറയണത് ഇവൻ കറക്റ്റ് ഷിറ്റ്സും അല്ല, ഇവൻ ക്രോസ് ബ്രീഡ് ആണെന്നൊക്കെ ഇപ്പൊ എല്ലാരും പറയാൻ തുടങ്ങിയത്. എനിക്ക് ഇവനെ ഇഷ്ടപ്പെട്ടത്. എന്റെ ദൈവം, ഞാൻ ജീവിതത്തിൽ ഒരു പട്ടിനെ തൊടാത്ത ഞാനാണ്. ഇപ്പൊ എത്ര പട്ടികളാണ്, എത്ര പട്ടിയാണ്. അതെ, ഇവളൊറ്റൊരുത്തി കാരണമാണ് നമ്മൾ മേടിച്ചത്. വെള്ളത്തിൽ പോരുത് ഹാപ്പി, അച്ഛറിഞ്ഞാ നിനക്കിട്ട് നല്ലതായിട്ട് ഇന്ന് കുളിപ്പിച്ചതാണ് നിന്നെ. വെള്ളത്തിൽ ചവിട്ടരുത്, ഇന്ന് കുളിച്ചതാണ്. നീ ഉമ്മ കൊടുത്താവും പിന്നെ ഉണ്ടാവില്ല, നീ ഉമ്മ വെക്കണ്ടാവോ. നീ എന്താ പേടിച്ചിരിക്കണത്? ഹാപ്പി ഓടണണ്ട, ഹാപ്പി നടക്കണണ്ട, എന്നെ നക്കണ. ഹാപ്പി നടക്കണണ്ട. എടി കുഞ്ഞപ്പൻ അതാ നീങ്ങി നിക്കണത് പേടിച്ചിട്ട്. എടി നീ ഒരു പെണ്ണാണെന്നുള്ള വിചാരം, അവനൊരാണാണ്. അവള് ബുഷിട്ട് കെട്ടിയേക്കണെന്നുള്ള, അവനൊരാണാണ്. കുഞ്ഞപ്പൻ ജൂലിനെ പേടിച്ചിട്ട്. ജൂലി തളന്നേടി, ജൂലി തളന്നതൊന്ന് നോക്കിക്ക്. ജൂലി അതെ, ജൂലി ഓടി ഓടി തളന്നു. കുഞ്ഞപ്പ അവള് തളന്ന്. അവളൊന്നും ചെയ്യില്ലടാ, പാവോടാ. നമ്മൾ ആദ്യമായിട്ട് കാണണോണ്ടാ. നീ ഇന്നല്ലേ ആദ്യമായിട്ട് കാണുന്നത്? അല്ലടി, നീ ഇവളാദ്യമായിട്ടാണ് ഇന്ന് കാണുന്ന? ആ, ഫോട്ടോയിലല്ലേ നേരിട്ട് കാണുന്നത്. ആ, അപ്പൊ കുഴപ്പമില്ല, വേഗം ഇണങ്ങിയല്ല. പേടിയാണല്ലേ തനിക്ക്? പേടിയാണല്ലേ? എടി ഇങ്ങോട്ട് കൊണ്ടുവന്നേ, ഫോൺ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇവിടെ ഒരാളുടെ പേടി നോക്കിക്ക്. ക്ലോസപ്പ് എടുത്തേ, മുഖം ക്ലോസപ്പ് എടുത്തേ. പേടിയാണല്ലേ തനിക്ക്? ഒളിച്ചിരിക്കാണ് കേട്ടാ പേടിച്ചിട്ട്. ജൂലിനെ പേടിയാണ്. നീ ഒരാണാ. നീ എന്തിനാ പേടിക്കണ? എന്തിനാ ഇത്? കണ്ണു നോക്കിക്ക്. ആപ്പിക്കുട്ടൻ വേണം ഇവിടെ താമ്മയുടെ കയ്യിൽ പോടാ. ഇവർ രണ്ടുപേരും ആമ്പിള്ളാരാ. അത് അവനാണ്, അവളാണ് പെണ്ണ്. ഇത് റിയാമ നമ്മള് വീഡിയോ എടുക്കണം പറഞ്ഞിട്ട് നൈറ്റൊക്കെ മാറി ചുരിദാറൊക്കെ ഇട്ട് ചുള്ളത്തിയായി വന്നിട്ടുണ്ട് കേട്ടാ. ദേഷ്യം വന്ന ആൾക്കല്ലേ ഇടണ്ട, പൊന്നെ ഇടണ്ട കേട്ടാ. അവനെ അതായത് വളർത്തിക്കൊണ്ടിരുന്നതല്ലേ ഒരു ടീം. അപ്പൊ ആ വളർത്തിക്കൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പൊ നീ ചാടരുത്. അപ്പൊ അവനെ ബെൽറ്റ് ഒന്നും ഇടാണ്ടാണ് അവര് വളർത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. അവിടെ അഴിഞ്ഞു കിടക്കിരുന്നു. അപ്പൊ ഇത് കണ്ട പുതിയ ബെൽറ്റ്, ഈ ബെൽറ്റ് മേടിച്ചിട്ട് അവന് ദേഷ്യം വന്നിട്ട് പാടില്ല. ഓ, ഞാൻ അവനെന്നാ പറയണത്. അവൾ വലിയ പട്ടിയല്ലേ പോനാ. ബെല്ലയുടെയും ഹാപ്പിയുടെയും വലിപ്പമല്ലല്ലോ, അവൻ ഇച്ചിരി കൂടി വലുതല്ലേ. അല്ല, ഇവന് എണീറ്റ് നിന്നാ കുഞ്ഞപ്പനേലും ഹൈറ്റ് ഉണ്ടാകും. നിന്റെ എത്ര ഉണ്ടാവും എണീറ്റ് നിന്നാ? അല്ലേ ജൂലി? ഞാൻ പിന്നോർത്തെ ഞാൻ എന്തായാലും ഈ വേഷമാണ്, അപ്പൊ പിന്നെ ഇവള് ഇത് മതി. അല്ല, ഈ പറഞ്ഞില്ലേ ഇവള് അടിപൊളിയായിട്ട് ഇരിക്കും. അതാ ഞാൻ പറയാ. ആണാ? ഇനി അപ്പൊ ഒരു അതിഥിനെ കണ്ടല്ല, നമ്മുടെ ജൂലിയാണ് കേട്ടോ അതിഥി. ഇനി രണ്ടുപേരെയും കൂടി ഉണ്ട്, ബാ കാണിച്ചരാം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും ഫിഷ് ടാങ്ക് ഞാൻ കാണിച്ചായിരുന്നു എല്ലാരെയും. ഇതിന്റെ അകത്തുള്ള ഫിഷ് പുതിയതൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഇത് ഒരു ചെറിയ ഈ പശുക്കൂട് എവിടെ? നേരത്തെ ഉണ്ടായിരുന്നല്ലേ ഇത്? ഇവിടെ ആയിരുന്നു ഇതിനു മുമ്പ് ഗൈസ്. അപ്പൊ ഒരു ചെറിയൊരു മൃഗശാല, ഒരു സൂ ആയിട്ട് മാറിയിരിക്കണം അന്നയുടെ വീട്. അന്നയുടെ വീടിന്റെ പേര് അന്ന സോംസ് എന്ന് തന്നെയാണ്. അപ്പൊ അന്ന സോംസ് ഒരു സൂ ആയിട്ട് മാറിയിരിക്കുകയാണ്. എടി, ഇവിടെ നമുക്ക് പാസ് വെച്ച് ഇത് തുടങ്ങിയാല ആൾക്കാരെ കാണിക്കാൻ. ഒരാൾക്ക് 50 രൂപ പാസിന്റെ വിലയാണ്. അപ്പൊ ഇവിടെ വന്നാൽ ഇവരെ എല്ലാരും നിങ്ങക്ക് കാണാം. ഇതേ നോക്കിക്ക്. ലവ് ബേർഡ്സ് അല്ലേ? തത്തമ്മയുണ്ടല്ലേ? വെറുതെ അല്ല, നോക്കിക്ക് എന്തോരം ലവ് ബേർഡ്സും തത്തമ്മ. ഇതിലും കൂടുതലുണ്ടായിരുന്നല്ലേ? ചത്തുപോയി. ഇവർക്ക് എന്നാ ഫുഡ് കൊടുക്കും? ഓ, ഇതാണ് പുതിയ അതിഥി അല്ലേ? ഹലോ ലക്കി. ഗൈസ്, ഹാപ്പിക്ക് ലക്കി എന്നുള്ള പേരിടാൻ വേണ്ടി കുറെ പേര് പറഞ്ഞായിരുന്നേ. അമ്മയുടെ മുത്ത് നിക്ക്. ഹാപ്പിക്ക് ലക്കി എന്നുള്ള പേരിടാൻ വേണ്ടി കുറെ പേര് പറഞ്ഞായിരുന്നു. അപ്പൊ ലക്കി എന്നുള്ള പേര് പട്ടികൾക്ക് കുറെ പേർക്ക് ഉണ്ട്. അതാണ് ഞാൻ പിന്നെ ഹാപ്പി എന്നുള്ള പേരിട്ടത്. അപ്പൊ അതെ, നമ്മുടെ പുതിയ അതിഥിക്ക് അവള് ലക്കി എന്നാണ് പേരിട്ടേക്കണത്. അപ്പൊ ഇപ്പൊ കുഴപ്പമില്ല. അടുത്തടുത്ത് ഇവര് നൈബേഴ്സ് ആണ്, രണ്ടുപേരും നൈബേഴ്സ് ആണ്. ഇപ്പൊ ഇവന് ഹാപ്പിയും ഇവള് ലക്കിയും.
ഹായ് കുഞ്ഞു. ഹാപ്പി ഒതുങ്ങി. ആ കുറച്ചു നേരത്തേക്ക് ഉള്ളടി വികൃതി, പിന്നെ ഇത്തിരി ഒതുങ്ങി പോകും. ഹായ് ലച്ചു. അറിയാമല്ലേ ചേച്ചിനെ കണ്ടിട്ടില്ലല്ലേ? ഇപ്പൊ വന്നിട്ട് എത്ര ദിവസമായിട്ട്? രണ്ടാഴ്ചയാ? രണ്ടാഴ്ചയൊക്കെ മുളയല്ലേ? കുഞ്ഞപ്പനെ സത്യം മുട്ട കുഞ്ഞായിരുന്നു. ഇവള് വാങ്ങിച്ചു കഴിഞ്ഞ് ഇവള് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ലക്കിയുടെ. അപ്പൊ ഞാൻ കണ്ടപ്പോ രോമോ ഇല്ല, ഈ ചിറകൊന്നും ഇല്ല ആൾക്ക്. പക്ഷെ ഇപ്പൊ 2 ആഴ്ച കൊണ്ട് ചിറകൊക്കെ ആയി, ആള് സെറ്റ് ആയി കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. കുഞ്ഞപ്പന് സ്കൂൾ തുറന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് അധികം വരാറില്ല, അതുകൊണ്ടാണ്. പരാതിയായിരുന്നു കുഞ്ഞപ്പനെ കാണാനില്ലേന്ന് പറഞ്ഞ ഇവിടെ എല്ലാവർക്കും പരാതിയായിരുന്നു. എന്താ അമ്മ കയ്യിൽ വെച്ച് തരാം. ഇല്ല, പിന്നെ അവന്റെ നഖം നമ്മുടെ മേത്തിട്ട്. ഇത് കുഞ്ഞു നഖോടാ. പയ്യെ വെച്ചോ. ചേട്ടന്റെ കയ്യിലിരിക്കണേ. ചേട്ടൻ താഴെ ഒന്നും ഇടരുതേ, മുറുക്കി പിടിക്കണേ. എങ്ങനെയുണ്ട്? കൊള്ളാവാ? എന്തെങ്കിലും പറ. അടിപൊളി കൊല്ല. ഹായ് ലക്കി എന്ന് വിളിച്ചേ. ഹായ് ലക്കി. ഇനി ഒരാളും കൂടി ഉണ്ട് കേട്ടാ. അത് അയാളാണ് ഏറ്റവും മെയിൻ ആള്. അയാളാണ് കാണേണ്ട ആള്. പൊടി, അയാളെ കാണാം. വാ, അടുത്ത ആളെ കാണിച്ചതാ. പേടിയാണല്ലോ. ഇതിപ്പോ ആര് കയറ്റിയിരുത്തി? ബെല്ലൊക്കെ ചാടാൻ ഭയങ്കര പേടിയാണ്. എവിടെയെങ്കിലും മുകളിൽ കയറ്റിയിരുത്തിയാ ബെല്ല അവിടെ തന്നെ ഇരിക്കും കേട്ടാ, നോക്കിക്കേ ഇരിക്കണത്. പക്ഷെ ഹാപ്പിക്കുട്ടൻ ചാടും. ഇവൻ ബെഗിളിയാണ്. എന്താണ് പിന്നെ? അതാണ് പുതിയ ആള്. കയ്യിലെടുക്കാല്ല, കയ്യിലെടുത്ത് കാണിക്കുന്നേ. എന്താ ആണോ? ഓ അങ്ങനെ ഉണ്ടല്ലേ. അല്ല, കൂടകത്തോട്ട് വെക്കണം. അപ്പ പുറത്ത് നിന്ന് എടുത്താ ചാടിപ്പോയാൽ പണി കിട്ടും. അപ്പൊ നമുക്ക് കൂടകത്തോട്ട് വെച്ചിട്ട് കൂട്ടിന്ന് എടുക്കാം. എന്നു പൊന്നോ, ചാടറ നോക്കിക്കോ. കാണിച്ചരാ. ഹാപ്പി ചാടി. നീ എന്താ പറഞ്ഞത്? ചാടിയല്ലെന്നല്ലേ? റെഡി, 1 2 3 സ്റ്റാർട്ട്. എത്ര ഹൈറ്റ് ആണെങ്കിലും അവൻ ചാടും. അമ്മയുടെ മുത്തുവാ. കുഞ്ഞപ്പാ ഓന്തൂട്ടനെ കാണാം. ഗൈസ്, അപ്പൊ ഇതാണ് അന്നയുടെ വീട്. അപ്പൊ ഇതാണ് നമ്മുടെ ഓന്തൂട്ടൻ. 3ാമത്തെ അതിഥിയാണ് ഓന്തൂട്ടൻ. എടി, ഓന്തൂട്ടന്റെ പേരെന്താ? ജോപ്പനാ. ഗൈസ്, ഓന്തൂട്ടനെ അവൾ ഇട്ടേക്കുന്ന പേരാണ് ജോപ്പൻ. ഞങ്ങൾ ഓന്തൂട്ടാന്നേ വിളിക്കുള്ളു. ഓന്തൂട്ട, ജോപ്പൻ. കുഞ്ഞപ്പന്റെ ശ്രദ്ധ കണ്ട. ദേവനെ ഓന്തൂട്ടനെ നോക്കിക്കടാ. അങ്ങനെ അറിയാവുന്നൊരു മാത്രമേ തൊടാവള്. അങ്ങനെയുണ്ടാ? അല്ല, നീ കൈ വെച്ചോണ്ടിരിക്കണ ആരാ? അമ്മയാണോ കൈ വെച്ചോണ്ടിരിപ്പുണ്ടായിരുന്നല്ലോ? പയ്യെ വാ, ഇങ്ങോട്ട് വാ, ഒന്ന് കാണട്ടെ എല്ലാരും. നിന്നെ ഫ്രൈ ചെയ്ത് കഴിക്കൊന്നുമില്ല ഞങ്ങള്. അവനെ പേടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമെന്ന്. ഹേയ് ജോപ്പാ. ഹാപ്പിയുടെ നോട്ടം നോക്കിക്കേ. ഹാപ്പി എന്തോ അല്ലേ. വാ, ഇങ്ങോട്ട് വാ, പിടിച്ചെടുക്കടി അങ്ങോട്ട്. കാണാൻ വേണ്ടി കടിക്കൊന്നുമില്ലല്ലോ ഓന്തൂട്ടൻ. ജോപ്പാ അടങ്ങിരി. ബാ ജോപ്പം വാ. ഇനി മുറുക്കി പിടിച്ചോ. ഹലോ ഗൈസ്, ഇവിടെ ഇരി കുഞ്ഞു ഇവിടെ ഇരി. ഹാപ്പി. എന്റെ ദൈവമേ, എന്റെ ഈശോ മറിയം മൗസേപ്പേ. കയ്യമ്മ വെച്ചോ വേണമെങ്കിൽ. കയ്യമ്മ പേടിയില്ല. അതെ, ഇവിടെ വന്ന് നിൽക്കും. തല വേണ്ട, കൊച്ചിന് കയ്യിലും മതിയടി. കയ്യിലും മതി. കൈ പേടിയുണ്ടെന്നാ വെക്കേം വേണം. എങ്ങനെയുണ്ട് കുഞ്ഞപ്പാ? ഇതാരാണ് പൊന്ന? ഇതാരാണ്? ഓന്തൂട്ടനെ കണ്ട? ഹാപ്പി ഓന്തൂട്ടനെ കണ്ട? ദേടാ ഓന്തൂട്ടൻ. വിളിച്ച പേര് വിളിച്ച നീ ചെവി വിളി 3 പ്രാവശ്യം. ജോപ്പാ. ഇല്ല, അന്ന് നമുക്ക് പേരിടാം. 3 പ്രാവശ്യം വിളിക്കാം. ജോപ്പാ. ജോപ്പാന്ന് വിളിക്കണല്ലേ? ജോപ്പന്നല്ലേ ഫുള്ള്? ജോപ്പൻ. അപ്പൊ ജോപ്പൻ. ജോപ്പന്റെ വാല് നോക്കിക്കേ. നിസ്സാര വാലൊന്നുമല്ലാട്ടാ, നല്ല അടിപൊളി വാലാണ്. അന്നയുടെ മേത്തോട് കേറണം. ആണാ? വലിക്കലേ. അവനവിടെ ഇരുന്നോട്ടെ. നീ ഇവിടെ ഇരി.
എടുത്തിട്ടില്ല. ആ കുഞ്ഞപ്പന്റെ പേടി മാറി. പേടി മാറിയ പിന്നെ കുഞ്ഞപ്പൻ പേയിച്ചു. അയ്യോ മുടി മുടി ദേ ഹാപ്പി സൈലന്റ് ആയി കണ്ട. ഇതിന്റെ ക്ലിപ്പിന്റെ മോളിൽ ഇരിക്കാണ് കേട്ടാ. കൈ കഴിച്ചാ. ഇത്ര നേരം നമ്മൾ വീഡിയോ എടുത്ത് സഹായിച്ചു തന്ന ക്യാമറാമാൻ പോവാണ് ഗൈസ്. ടാറ്റാ. ദേ അപ്പൊ പുറത്തൊക്കെ കൊണ്ടുപോയി നിപ്പുണ്ട് കേട്ടാ. പുറത്തോട്ട് കൊണ്ടുപോയി നിപ്പുണ്ട്. നിക്ക് നോക്കട്ടെ. എന്റെ പേടിയൊക്കെ മാറി ഗൈസ്. എന്റെ പേടിയൊക്കെ മാറി. ഹേ ജോപ്പാ ജോപ്പൻകുട്ടാ. ഹാപ്പി കണ്ടിട്ടില്ല ജോപ്പൻ എന്റെ തലയിരിക്കണത്. എനിക്ക് തോന്നുന്നു ഹാപ്പി ജോപ്പനെ നോക്കിയാണെന്ന്. താഴത്തോട്ടൊക്കെ നോക്കണുണ്ട്. ജോപ്പോ പേടിപ്പിക്കല്ലേ. എടി ഇത് നിറം മാറുവാ ഒന്ന്. ഇഗ്വാന അല്ലേ? ഞാൻ ഓർക്കണേ തലയിരുന്ന ഇത് ബ്ലാക്ക് ആവുക, മുടിയുടെ കളർ ആവുക. എടി പിടിച്ചേ, ഹാപ്പിനെ പിടിച്ചേ. ഹാപ്പി ഊർന്നൂർന്നു പോണ്. ചക്കരമുത്താണ്. എടി നല്ലൊരു റാ പോലെ ഉണ്ടെടി. ഇത് തലയിൽ വെക്കുന്ന റാ ഇല്ലേ, അതുപോലെ ഉണ്ട്. നല്ല രസമുണ്ട്. ഹാഫ് റാ അല്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് അനങ്ങാണ്ടിരുന്നാ നമ്മള് റോട്ടിൽ കൂടി പോയാലില്ലേ ഫാഷൻ ആണെന്ന് വിചാരിക്കത്തുള്ളൂ. എന്റെ തലയിലെങ്ങാനും ഒപ്പിട്ട് വെക്കൂ. എടി എന്റെ തലയിലെങ്ങാനും ഒപ്പിടൂ? ഇല്ല. പേടിയുണ്ടോ? ഇല്ല. ഹാപ്പി മണത്തിയൊക്കെ നോക്കണു, ഉമ്മയൊക്കെ വെക്കാൻ നോക്കണ. എടാ അതാ ആണാടാ. നമ്മുടെ ഓന്തൂട്ടനെ അല്ല ജോപ്പനെ നമുക്ക് അകത്തോട്ടാക്കാം കേട്ടാ. അവനവിടെ റെസ്റ്റ് ചെയ്തോട്ടെ. ഈ രണ്ടുപേരും കൂടി നിക്കണം. ഇപ്പൊ എന്റെ പൊന്നു മമ്മീണാടി. പോത്തടി പൊന്നെ ഒന്ന് കണ്ണ് കാണിച്ചു കൊടുത്തേടി. കണ്ണ് നോക്കിക്കേ. ബെല്ലയുടെ കണ്ണ് കണ്ട നല്ല ഉണ്ടക്കണ്ണാണ് ബെല്ലയുടെ കണ്ണ്. ചക്കര മുത്തിന്റെ കണ്ണെന്തേ, തക്കര കണ്ണെന്തേ. അതെ എന്തെന്നാ റേസ് ആണ്. നിക്ക് ലൈറ്റ് ഉണ്ട് അവിടെ. ഇങ്ങനെ ഓക്കെ. അപ്പൊ അതേ കുഞ്ഞപ്പ രണ്ടുപേരെയും കൂടി റേസ് വെപ്പിക്കാൻ എടുത്തോണ്ട് പോയിക്കണേ. ഹാപ്പിയാണോ ബെല്ലാണോ ആദ്യം വന്നേന്ന് നമുക്ക് നോക്കാം. വാ രണ്ടുപേരും വാ. ബെല്ല ഫസ്റ്റ്. ഇവിടെ അവനൊന്ന് തോറ്റുപോയത്. ബെല്ലാണ് കേട്ടാ ജയിച്ചത്. അന്ന വന്നപ്പോ അന്നയുടെ പുറകെ ഓടി വന്ന് ഹാപ്പിക്ക് കൺഫ്യൂഷൻ ആയി പോയി. കൊച്ചെത്തിയടാ. ഹാപ്പി സെക്കൻഡ്. ചേട്ടൻ അവിടെ സിറ്റ് പറയിപ്പിക്കാനാണ് കേട്ടാ. സിറ്റും സ്റ്റാൻഡൊക്കെ പറിച്ച് പഠിപ്പിക്കുകയാണ്. എന്താണ് അതാണ്. പാമ്പ്. ശരിയാണല്ലേ, പാമ്പിന്റെ കൂടി കുറവുണ്ട് ഗൈസ്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ പുതിയ അതിഥികളെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവരുടെ എന്തെങ്കിലുമൊക്കെ വിശേഷമായിട്ട് ഞാൻ ഇനിയും വീഡിയോ ഇടാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഹാപ്പി അന്ന ഉണ്ടാകും. ചാറ്റ കൊടുത്ത ഹാപ്പി കുട്ടാ. ബൈ. See you.